കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഈ രാവിലെ വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. നമുക്ക് അല്പസമയം കൂടെ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ സമയങ്ങളെ വേർതിരിക്കാം. ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ ചർച്ചിനകത്ത് പറഞ്ഞ ഒരു ഭാഗം തന്നെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സമയത്ത് ഉപയോഗിക്കാം. ഇന്നലെ ചർച്ചിനകത്ത് ഇരുന്ന സമയത്ത് ഒരു രസകരമായൊരു സംഭവം ഉണ്ടായി. ഓൺലൈനിൽ പോകുന്നത് കൊണ്ടും നമ്മുടെ ആളുകൾക്ക് പരിചയമില്ലാത്തത് കൊണ്ടുമൊന്നും ഞാൻ അതിനെ ആഴമായിട്ട് ചർച്ചിനകത്ത് വിശദീകരിച്ചില്ല. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു ചർച്ചിനകത്ത്, ഒരു വാക്കല്ല, ഒരു വാചകമായിട്ട് തന്നെ 2-3 വാചകങ്ങളായിട്ട് പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് ബർത്ത്ഡേയുടെ പ്രോഗ്രാം ചർച്ചിനകത്തുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറേ സമയം ദിവസം ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇന്നലെ രാത്രി കിടന്നത്. മിനിഞ്ഞാന്ന് രാത്രി കിടന്നത്. ഇന്നലെ രാവിലെയും നേരത്തെ എഴുന്നേറ്റിരുന്നു. ചർച്ചിൽ ഞാൻ ചെന്ന് ഞാനിരിക്കുന്ന ഒരു സീറ്റുണ്ട്, ഒരു 3 സോഫ ഇട്ടിരിക്കുന്ന സീറ്റുണ്ട്. ആ സീറ്റിനകത്ത് ഞാൻ ഇരുന്ന് അല്പനേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മേലിങ്ങനെ മുഴുവൻ ഈ ഗോൾഡൻ പൊടികൾ ഇങ്ങനെ എൻ്റെ മേത്ത് പൊഴിയാൻ തുടങ്ങി. എൻ്റെ കറുത്ത പാൻറ്റാണ്, പാൻറ്റ് മുഴുവൻ ഈ പൊടി നിറയാൻ തുടങ്ങി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ തലേദിവസം അവിടുത്തെ കെട്ടിയ ഏതെങ്കിലും കാര്യങ്ങളുടെ വല്ല ഇത് വീഴുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനതൊക്കെ കുടഞ്ഞു കളഞ്ഞു. പിന്നെയും ഞാൻ നോക്കും, പിന്നെ ഇതെൻ്റെ മേത്ത് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മടി മാത്രം വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പം ഇത് കാണത്തക്ക ഒരു മണ്ടത്തരം പറ്റിപ്പോയി. ഞാനതിൻ്റെ ഫോട്ടോ എടുത്തില്ല. കാണത്തക്ക രീതിയിലുണ്ടായിരുന്നു എൻ്റെ ശരീരത്തിൽ മുഴുവൻ. അത് കഴിഞ്ഞ് ഞാൻ പുറകിലേക്ക് നോക്കിയപ്പോൾ സഹോദരന്മാർ, നമ്മുടെ ആബു ബ്രദർ, ഇതങ്ങനെ തന്നെ പാസ്റ്റർ മുഖത്ത് മൊത്തം പൊടിയാണ്. അപ്പോൾ അവർ എല്ലാവരും വിചാരിക്കുന്ന മറ്റെന്തോ എവിടെ നിന്നോ പറ്റിയതായിരിക്കുന്ന ചിന്തയിലാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ജാക്സിനെ വിളിച്ച് എൻ്റെ അടുത്തിരുത്തി, ജാക്സ് ഇത് കണ്ടോന്ന് വെച്ച് ജാക്സിനെ കാണിച്ചു കൊടുത്തു. ഇതെൻ്റെ പിന്നെ ആദ്യം എൻ്റെ പാൻറ്റിലായിരുന്നു, പിന്നെ അതെൻ്റെ ശരീരം മൊത്തം, ഷർട്ടിനകത്തേക്ക്, മുഖത്ത്, ബൈബിളിൽ, ടാബിൽ, പുസ്തകം, ഓരോന്നില്ല, മേശപ്പുറത്ത് മൊത്തം, വേറൊരാളുടെ മുഖത്തും ഇല്ല. എൻ്റെ ശരീരത്തിൽ മാത്രം ഇതിങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നൊരു അനുഭവം ഉണ്ടായി. മാനുഷികമായിട്ട് പറയാനായിട്ട് ഒരു ഘടകവും ഇല്ല അവിടെ തലേദിവസത്തെ കാര്യങ്ങൾ ഒന്നും അവിടെ ഇല്ല. എല്ലാം അവർ വന്ന് പൊളിച്ചു കൊണ്ടുപോയിരുന്നു. എനിക്ക് മാത്രമാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. ഇത്രയും അനുഭവം അവിടെ ഉണ്ടായതാണ്. അവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാരത് കണ്ടു. എൻ്റെ മക്കൾ എല്ലാവരും എൻ്റെ മുഖത്തത് കാണാമായിരുന്നു. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് നമുക്ക് മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാം, എന്തെങ്കിലും ആണെന്ന് ചിന്തിക്കാം. ദൈവോന്മുഖമായിട്ട് നമ്മുടെ ആളുകൾ അത് വിശ്വസിക്കാത്തൊരു തലമുണ്ട്, വിശ്വസിക്കാതെ. ഞാൻ ഇന്നലെ പ്രസംഗിച്ചത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജീവനാൽ, നമ്മുടെ അകത്ത് വന്ന നിത്യജീവനാൽ നമ്മുടെ സ്വയപ്രകൃതികളെ നാം ജയിക്കുന്ന ഒരു തലം നമ്മിൽ തുറന്നു വരുമ്പോൾ നമ്മൾ ലൈഫിൻ്റെ അബണ്ടൻസിലൂടെ നമ്മൾ ഗ്ലോറി റിലത്തിലേക്ക് കയറും. ഗ്ലോറി നമ്മുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. മോശയുടെ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് കണ്ടു എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. മോശ പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങി വന്നപ്പോൾ തേജസ് കണ്ടു എന്ന്. ഈ ഗ്ലോറി റിലങ്ങൾ ഓപ്പൺ ആകുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാർ, അവരുടെ ശുശ്രൂഷകളിൽ പല തലത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാണത്തക്കവണ്ണം പല കളറുകളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ ഗോൾഡൻ ഡസ്റ്റുകൾ പൊഴിഞ്ഞു വീഴുന്ന അനുഭവങ്ങൾ, അവരുടെ ശരീരങ്ങൾ, അതായത് ദൈവദാസന്മാരുടെ ശരീരങ്ങളുടെ. അപ്പോൾ ഈ ചില ദൈവദാസന്മാർ, ഞാനിപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പേര് ഓർമ്മയില്ല ആരാണെന്ന്, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇവർ രോഗശാന്തി ചെയ്യുന്നത്, ഇവർ പാട്ടുപാടി ഇങ്ങനെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത്, ഞാൻ ആരാന്ന് പേര് മറന്നു, എൻ്റെ ഉണ്ട് പുസ്തകങ്ങളൊക്കെ, ആളുടെ കയ്യിൽ പെട്ടെന്ന് ഒരു കൈ, ആളുടെ കൈ ഒരു കളർ മാറും, ചുവന്ന കൈ. ആ നേരത്ത് പുള്ളി കൈ വെച്ചാൽ അസാധാരണ അത്ഭുതങ്ങൾ നടക്കും. ഇവിടെ നമ്മുടെ തൃശ്ശൂർ എൻ്റെ ഓർമ്മയിൽ ഐസക് പാസ്റ്റർ, KP ഐസക് പാസ്റ്റർ, തന്നെ കണ്ടമാനം കർത്താവിന് വേണ്ടി മർദ്ദനമായിട്ടുള്ള ദേവദാസനാണ്. തനിക്ക് ഉണ്ടായിരുന്നൊരു കൃപ എന്ന് ചോദിച്ചാൽ, താൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചെന്ന് കുഞ്ഞുങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ കൈവച്ചാൽ പെട്ടെന്ന് അവർ ആത്മസ്ഥാനം പ്രാപിക്കും. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത്, ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് പുള്ളിയുടെ കൈക്കകത്ത് തീ കത്തുന്നൊരു അനുഭവം ഉണ്ടാകും.
ഈ അനുഭവം ഉണ്ടായി കഴിയുന്ന നേരത്ത് പുള്ളി കൈവച്ചാൽ അവിടെ അത്ഭുതകരമായ നിലയിൽ ദൈവാത്മാവിൻ്റെ ഇടപെടലുകൾ വെളിപ്പെടാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത്, ഇനി ഇത് മാത്രമല്ല, കണ്ടമാനം അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. കണ്ടമാനം അനുഭവങ്ങൾ ഉണ്ടായത് ഞാൻ വായിക്കുകയോ കേൾക്കുകയോ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് ദൂതൻ വന്ന് സംസാരിച്ച അനുഭവമുണ്ട്, ദൂതന്മാർ എനിക്ക് വന്ന് ഫുഡ് വാരി തന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്, ദൈവശബ്ദം കൃത്യമായി കേട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നലെ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ മുഴു ശക്തിയോടെ നമ്മുടെ മുറികളിൽ തുറക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വ്യക്തി എന്നോട് പറഞ്ഞിരുന്നു, അവരുടെ പ്രാർത്ഥന മുറിൽ ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, ഹെവനിൽ നിന്ന് ഗോവേണി ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടായ കാര്യം എന്നോട് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി നടന്ന മീറ്റിങ്ങിനകത്ത് ഉണ്ടായ അനുഭവം എന്നോട് ഒരു വ്യക്തി പങ്കിട്ടിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ആത്മീയ അനുഭവങ്ങൾ ദൈവാത്മാവ് നമുക്ക് തുറക്കുന്നത് ദൈവാത്മാവിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അല്പനേരം ചില മിനിറ്റുകൾ നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ഒറ്റ വാക്യം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകാം. 102-ാം സങ്കീർത്തനത്തിനകത്ത് ദൈവാത്മാവ് പറയുന്ന ഒരു പദമാണ്, യഹോവ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ചെയ്യും. നമ്മുടെ ദൈവം അവൻ സിയോനെ പണിയുന്നവനാണ്, അവൻ്റെ മഹത്വത്തിൽ അവൻ പ്രത്യക്ഷനാകുന്നവനാണ്. അതിന് തൊട്ടുമുകളിൽ വാക്യമുണ്ട്, നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അതെ അവളോട് കരുണ കാണിപ്പാനുള്ള കാലം, അതെ അതിനുള്ള സമയം വന്നിരിക്കുന്നു. ദൈവം സിയോനോട്, ദൈവം തിരഞ്ഞെടുത്ത ദാവീദിന്റെ നഗരമായ ദൈവത്തിന്റെ രാജാസനം ഇറങ്ങി വന്ന, ദൈവത്തിന്റെ പെട്ടകം തിരിച്ചു കൊണ്ടുപോയി വെച്ച അനേക പ്രാധാന്യതകളുള്ള സിയോൻ പർവ്വതത്തോട് ദൈവം പറയുകയാണ്, സിയോനോട് യഹോവ കരുണ കാണിക്കും, അവളോട് ദൈവം കരുണ കാണിപ്പാനുള്ള കാലം, അതെ അതിനുള്ള സമയം വന്നിരിക്കുന്നു. ദൈവം കരുണ കാണിക്കുന്ന സമയത്ത്, ദൈവം കൃപ കാണിക്കുന്ന സമയത്ത്, ആ സമയം വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവയാം ദൈവം സിയോനെ പണിയാൻ തുടങ്ങി. ഇന്നലെ നമ്മളതൊരു സന്ദേശമായി കേൾക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ, ഈ 28-ാം തീയതി രാവിലെ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബങ്ങളെ ദൈവം പണിയുന്ന ദൈവമാണ്. നമ്മൾ സിയോനുമായി കണക്റ്റാണ് കേട്ടോ. ഞാനിതൊക്കെ പറയാൻ പോയാൽ സമയം പോകും. അക്ഷരികമായിട്ട് ഈ ഭൂമിയിൽ സിയോൻ എന്ന പട്ടണത്തെ ദൈവം തെരഞ്ഞെടുത്തു. അത് ദാവീദിന്റെ നഗരമെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. അവിടെയാണ് യഹോവയുടെ പെട്ടകം കൊണ്ടുവച്ചത്. അത് കാട്ടുവാസികളുടെ കൈക്കകത്തായിരുന്നു. യഹോവ തിരഞ്ഞെടുത്ത പട്ടണത്തിനകത്താണ് ദൈവമഹത്വം സ്ഥാപിച്ചത്, ദൈവത്തിന്റെ ആലയം സ്ഥാപിച്ചത്. ഇപ്പോൾ സ്വർഗീയ സിയോനിലാണ് നാം വന്നിരിക്കുന്നത്. സ്വർഗീയ സിയോനിലാണ്. സ്വർഗീയ സിയോനിൽ വന്നിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയാണ് നമ്മൾ. എബ്രായ ലേഖനം 12-ാം അധ്യായ പ്രകാരം. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മെ പണിയുന്നൊരു ദൈവമുണ്ട്. അവൻ നമ്മെ പണിയുന്നത് അവന്റെ ജീവനാലാണ് കേട്ടോ. അവൻ നമ്മെ പണിയുന്നത് അവന്റെ ജീവനാലാണ്. നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്കത് പറയാം. ഇങ്ങനെ യഹോവ പണിയാൻ തുടങ്ങിയാൽ, യഹോവയുടെ പണി യഹോവ ആരംഭിച്ചാൽ, ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ. 20-ാം വാക്യത്തിലാണ് പറയുന്നത്, ബദ്ധന്മാരുടെ ഞരക്കം കേൾക്കുവാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിക്കുവാനും എന്ന വാക്യം മലയാളത്തിൽ കിടക്കുന്നത് 21-ലാണ്. പക്ഷെ 20-ാം ഇംഗ്ലീഷിൽ കിടക്കുന്നത്, ടു ഹിയർ ദ ഗ്രോണിംഗ് ഓഫ് ദ പ്രിസണർ ടു ലൂസ് ദോസ് ദ അപ്പോയിന്റഡ് ഡെത്ത്. അവരുടെ മേൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന മരണത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ, ടു ലൂസ് ദ അപ്പോയിന്റഡ് ഡെത്ത്, മരണത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എപ്പോൾ? യഹോവ സിയോനെ പണിയാൻ തുടങ്ങിയാൽ. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളെ ദൈവം പണിയുമ്പോൾ നിയമപരമായി ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ ധിക്കരിച്ചതിനാലും ഏതൊക്കെയോ കാരണങ്ങളാൽ മരണത്തിന് നിയമിക്കപ്പെട്ടവരുടെ മരണത്തെ ക്യാൻസൽ ചെയ്യുന്ന ദൈവത്തിന്റെ ജീവനാണ് അവിടെ തുറക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊന്നും ധ്യാനിക്കാതെ നമ്മൾ അല്പനേരം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ പണിയും, അവന്റെ ജീവനാൽ നമ്മളെ പണിയും. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. എല്ലാം മൈക്കോൺ വിട്ട് ഇത് പ്രാർത്ഥിച്ചോട്ടെ. ഈ വചനം മാത്രം ധ്യാനിച്ചൊക്കെ പ്രാർത്ഥിച്ചു. മരണത്തിന് നിയമിക്കപ്പെട്ടവരെ മരണത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നതാണ് അവന്റെ ജീവൻ. അത് അവൻ തുറക്കുകയാണ്. അതൊരു സമയമുണ്ട്. ദൈവം തുറക്കുന്ന ഒരു സമയമുണ്ട്. മൈക്കിളൊക്കെ അൺമ്യൂട്ട് ചെയ്ത് കുറച്ചു നേരം പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്തത് അങ്ങനെ തന്നെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. യഹോവ സിയോനെ പണിയുന്നവനാണ്. അവൻ പണിയുമ്പോൾ അവന്റെ പണി മടക്കുന്നത്, അവൻ പണിയുന്നത് അവന്റെ ജീവനാലാണ്. അവന്റെ ജീവനാൽ അവൻ നമ്മെ പണിയും.
ആ പണി നടന്നാൽ അവിടെ മരണം ക്യാൻസൽ ആകും. അവിടെ അടിമത്തങ്ങൾ ക്യാൻസൽ ആകും. ലപാന രഗക്ഷസ്കനാദിനാദന പ്രൗഢവന ഘടകദന ഗദുരവന ഘടകദനം മരണത്തിന്റെ പ്രവൃത്തികള് ജീവനാലാണല്ലോ പണിയപ്പെടുന്നത്. ലഗത്തുര ജഗത്തരാര ഘട്ടസ്കനാദിരംധരാവിന പ്രൗഢവന ഘടകദനം ശസ്കനാദിന പ്രൗഢവന ഘടകദന ഗദുരവന ഘടകദന ഘത്തുരാദന പ്രൗഢവന ഗദുരവന ഘടകദന ഘട്ടസ്കനാദിനാദന അന്തൽ ഘടകദിന വിധിരി ഘടകദന ഗദുരവന ഘടകദന ഘത്തൽ ഘടകാദിന പ്രൗഷസ്കനാദിനം ഓരോ വ്യക്തികളുടെ മേലും ആ ജീവൻ വാഴുന്ന റിലം ഓഫ് ഗ്ലോറി തുറന്നു വരുവാൻ, മഹത്വത്തിന്റെ തലം തുറന്നു വരുവാൻ, സാന്നിധ്യത്തിന്റെ തലം തുറന്നു വരുവാൻ, ദൈവശക്തിയുടെ പ്രദർശനങ്ങൾ തുറന്നു വരുവാൻ, ദൈവമഹത്വത്തിന്റെ തലം തുറന്നു വരുവാൻ, ദൈവ സാന്നിധ്യത്തിന്റെ തലം തുറന്നു വരുവാൻ, ദൈവമഹത്വത്തിന്റെ തലം തുറന്നു വരുവാൻ, ദൈവമഹത്വത്തിന്റെ തലം തുറന്നു വരുവാൻ, ഷപാന ഹട്ടസ്കനാദിന പ്രൗഢവന ഘടകദനം അന്തൽ ഘടകദന വേദ പ്രൗഷസ്കനാദിനാദന പ്രൗഢവന ഘടകജന ഹത്തുരാദനാര ഘടക പ്രൗഢവന ഘടകദനം ഈ ജീവനാൽ നമ്മെ ദൈവാത്മാവ് പണിയാൻ തുടങ്ങുന്ന പണി ആരംഭിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് നമ്മുടെ അകത്ത് ഈ പണി ആരംഭിക്കുകയാണ്. ഇന്നലെ ഈ രക്ഷയുടെ പ്രാധാന്യത നല്ലൊരു കൂട്ടം ആളുകൾക്ക് അറിയില്ല. ഇന്നലെ നമ്മുടെ ആരാധന കഴിഞ്ഞ ശേഷം പുതുതായി വരുന്ന കുറച്ച് പേര് പ്രാർത്ഥിക്കാൻ മുമ്പിലേക്ക് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് സുകന്യ എന്ന് പറയുന്നൊരു സഹോദരി മുമ്പോട്ട് വന്നു. സുകന്യ. അപ്പോൾ അവർ മറ്റൊരു ചർച്ചിനകത്ത് കുറേ നാളുകളായിട്ട് പോകുന്നവരാണ്. അപ്പം അവർ മുമ്പോട്ട് വന്ന് ഒരു കഴുത്തിലൊരു മുഴയുണ്ട്, കഴുത്തിൽ എന്തൊരു വേദനയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെ ഒരു പൈശാചിക തലത്തിലുള്ള ഒരു അറ്റാക്ക്, ഒരു ഡീമോണിക് റിലവുമായിട്ട് നിങ്ങൾക്ക് കൂട്ടിമുട്ടൽ ഉണ്ടായിട്ടുണ്ടോ? ഉടനെ അവർ പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വഴിക്ക് ഇവരുടെ ശരീരത്തിൽ പിശാച് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഡിമോണിക് സ്പിരിറ്റ് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഇനി ഇത് കൃത്യമായി
ഗോസ്പൽ അറിയാത്ത കാരണത്താൽ ഇത് വിട്ടുപോകാൻ സമയമെടുക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ അവരോട് ചോദിച്ചു, നിങ്ങൾ ചർച്ചയിൽ പോകാൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായി നിങ്ങളിതുവരെ രക്ഷിക്കപ്പെട്ടു, രക്ഷ എന്താണെന്ന് തിരിച്ചറിഞ്ഞു? എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരാളിൽ പൈശാചിക ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുന്നു? ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ക്ലിയറായിട്ട് ഗോസ്പൽ കേൾക്കണം. നമ്മുടെ ഷീബ സിസ്റ്ററാണ് അവരെ കൊണ്ടുവന്നത്. നിങ്ങൾ ക്ലിയറായിട്ട് ഗോസ്പൽ കേൾക്കണം. അതിന് ഞാൻ ലിൻഡോ പാസ്റ്ററേയും നമ്മുടെ ജാക്സനും കൂടെ അവരുടെ വീട്ടിലേക്ക് ഇന്നലെ ഉച്ച കഴിഞ്ഞ് പോയി. അവരുടെ വീട്ടിലുള്ള കൂട്ടമായിട്ട് അവരെല്ലാവരും കൂടെ കൂടി, ഒരു കൂട്ടം ആൾക്കാർ കൂടിയെന്ന് ഞാൻ കേട്ടത്. എത്ര പേരാണെന്ന് ഞാൻ ചോദിച്ചില്ല. അവരുടെ ബന്ധുക്കാരെല്ലാവരും കൂടെ കൂടിയെന്ന് പറഞ്ഞു. അപ്പം ഒടുവിൽ ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ നമ്മുടെ ഗ്രേസ് ടീച്ചറോട് പറഞ്ഞിട്ടില്ല, ഗ്രേസ് ടീച്ചർ വീട്ടിലത് ക്രമീകരിക്കാൻ പോവാണ്. അവരെല്ലാവരും കൂടി ഒരു ദിവസം ഗോസ്പൽ കേൾക്കാൻ വരാൻ പോവുക. കേൾക്കണം, നിങ്ങൾ ഗോസ്പൽ കേൾക്കാൻ വരാൻ പോവുക. സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ വീട്ടിലൊരു അമ്പലമുണ്ട്, കുടുംബക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഉള്ളതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. ഒരു കൂട്ടം ആളുകൾക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇവരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഇവരിവരുടെ ക്ഷേത്രം വിട്ടിട്ടുമില്ല, രണ്ടിലും കൂടെ കിടക്കുകയാണ്. അപ്പം പോയവർ പറഞ്ഞ് രണ്ടിലും ഒന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ഇതിന്ന് പുറത്തു വരും? ആർക്കും ഇത് പറയാൻ ധൈര്യമില്ല. ഇതിനെങ്ങനെ ഇത് ഈ നിൽക്കുന്ന സ്ഥാപനത്തെ എന്ത് ചെയ്യും? അപ്പോൾ പിള്ളേർ പറഞ്ഞു, പാസ്റ്റർ വരും, പാസ്റ്റർ വന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. കാര്യം ഞാൻ പോയി മറ്റൊന്നും ചെയ്യാനില്ല, എനിക്ക് തുറന്നു കൊടുക്കാനുള്ളത് ഈ വചനമാണ്. നിങ്ങൾ ഇന്ന് രാവിലെ വീണ്ടും ഈ വചനം വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മേൽ ഇതെല്ലാം തുറന്നു വരും. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പറഞ്ഞ ഏറ്റവും മൂല്യമുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഒരാൾ ഈ വാക്യമൊന്ന് വായിച്ച്, ഒരാൾ ഈ വാക്യമൊന്ന് വായിക്കാൻ പറ്റുന്ന ഒരാൾ വാക്യമൊന്ന് വായിച്ച് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. ഒരാളുമായി കൺമുട്ടി ഒന്ന് വായിച്ച്. ലിൻസി വായിക്കുകയല്ല, ലിൻസി എനിക്ക്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. 13-ാം വാക്യം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഈ നമ്മുടെ ഇടയിൽ ഈ വേദശാസ്ത്രം പഠിച്ചുണ്ടാക്കുന്ന കുറേ കുഴപ്പങ്ങളുണ്ട്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ നിങ്ങളുടെ ഇടയിൽ നിത്യജീവൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. നിങ്ങളിത് തിരിച്ചറിയണം. കാരണം നമ്മുടെ ഇടയിൽ ചില അധ്യാപകര് ഇത് ഫോക്കസ് ചെയ്യാതെ ഈ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, 30-ാമത്തെ വാക്യം. ഈ വാക്യം കൂടെ ശ്രദ്ധിക്കണേ. 30-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിച്ച് ഡയാന. ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഈ വാക്യം വായിക്കുമ്പോ നമുക്ക് തോന്നും നിത്യജീവൻ ഇപ്പോഴല്ല, നിത്യജീവൻ നമുക്ക് വരുവാനുള്ള യുഗത്തിലാണ് കിട്ടാൻ പോകുന്നത്. വാക്യം 29, എൻ്റെ നിമിത്തം എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടം വന്നാൽ, സുവിശേഷ നിമിത്തം വീടോ സഹോദരനോ സഹോദരിയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളോ എന്ത് വിട്ടാലും ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടെ 100 മടങ്ങ് വീടുകളും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 100 മടങ്ങായിട്ട് അത് തിരിച്ചു കിട്ടും. ഇവിടെ തിരിച്ചു കിട്ടും. ഈ ഭൂമിയിൽ ദൈവാത്മാവ് അത് നിങ്ങൾക്ക് തിരിച്ചു നൽകും. എന്താണോ നിങ്ങൾ സുവിശേഷ നിമിത്തം വിട്ടുകളഞ്ഞത് അത് 100 മടങ്ങായിട്ട് ഇവിടെ തിരിച്ചു കിട്ടും. 1. 2, വരുവാനുള്ള യുഗത്തിൽ നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കും. അപ്പൊ വരുവാനുള്ള യുഗത്തിൽ പ്രാപിക്കുന്നതാണ് നിത്യജീവൻ എന്നുള്ള ഈ വാക്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം നമ്മുടെ ആളുകൾ മറന്നുപോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ നിത്യജീവൻ ഇപ്പോൾ നിങ്ങളുടെ അകത്തുണ്ട്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ നിങ്ങളുടെ അകത്ത് നിത്യജീവനുണ്ട്. ഞാൻ എന്തിനത് പറയുന്നറിയോ? നമ്മളിപ്പോ അന്യഭാഷ പ്രാർത്ഥിക്കാൻ പോവാ. ഈ നിത്യജീവൻ നിങ്ങളുടെ അകത്ത് വന്നതിനാൽ ഇപ്പോൾ നിങ്ങളുടെ അകത്ത് ഈ നിത്യജീവൻ ഉള്ളതിനാൽ നിങ്ങളിപ്പോൾ ക്രിസ്തു നിമിത്തം നോക്കി ആ കൊലോസ്യർ 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ മുഴുവൻ ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ്. സകല സ്വഭാവങ്ങളും ദൈവമഹിമകളും ദേഹരൂപമായി വസിക്കുന്നവർ. ഇനി ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ വാഴ്ചയ്ക്കും
അധികാരങ്ങൾക്കും തലയായ നിങ്ങളിൽ അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. നിങ്ങളിപ്പോൾ പ്ലറോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ്. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളിപ്പോൾ പ്ലറോ ആണ്. നിങ്ങളിപ്പോൾ പെർഫെക്റ്റ് ആണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ വചനമാണ് കാണിച്ചു തന്നത്. നിങ്ങളിപ്പോൾ ആത്മാവിൽ പ്ലറോ ആണ്. കാരണം നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ആത്മാവാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് നിത്യജീവനാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് അവന്റെ ആത്മാവാണ്. അത് മാത്രം ധ്യാനിച്ച്, ഈ വാക്യം മാത്രം ധ്യാനിച്ച് കുറച്ചു നേരം അന്യഭാഷ പ്രാർത്ഥിച്ചാലോ. നിങ്ങളിപ്പോൾ പ്ലറോ ആണ്. ഞാൻ ഗ്രീക്ക് വാക്ക് ഇപ്പോൾ കാണിക്കുന്നില്ല. നിങ്ങളിപ്പോൾ പെർഫെക്റ്റ് ആണ്. ആത്മാവിൽ പെർഫെക്റ്റ് ആണ്. ബോഡിയിൽ പ്രശ്നമുണ്ട്. ബോഡിയിൽ പൈതോസ് ആയിട്ടുള്ളവരുണ്ട്, ടെക്നോൺ ആയിട്ടുള്ളവരുണ്ട്, നെഫിയോസ് ആയിട്ടുള്ളവരുണ്ട്. പല നിലയിൽ ജഡസ്വഭാവങ്ങൾ വെളിപ്പെടുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ അകത്ത് വന്ന നിത്യജീവനാൽ നിങ്ങളിപ്പോൾ ദൈവത്താൽ പ്ലറോ ആണ്. നിങ്ങളിപ്പോൾ ആത്മാവിൽ പെർഫെക്റ്റ് ആണ്. ഒന്ന് ഈ വാക്യം ധ്യാനിച്ചുകൊണ്ട് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഇത് തന്നെ പറഞ്ഞു അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറ്റും നോക്കിയേ. ഇത് മനസ്സിനകത്തൊന്ന് പതിയോ നോക്കിയേ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നവർ. അവൻ ആത്മാവിൽ മർമ്മങ്ങൾ പറയുന്നു. ഇതാണ് മർമ്മം. നിങ്ങളിപ്പോൾ പെർഫെക്റ്റ് ആണ്. ശകത്തുരാധന പ്രൗഢവനഘടകധന അന്തരാഭിനാപനാരഘടക പ്രൗഢവനഘടകധനഘടകധന. ഞങ്ങളെ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആക്കിയ, ഞങ്ങളെ ആത്മതലത്തിൽ പെർഫെക്റ്റ് ആക്കിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങൾ ആത്മാവിൽ പെർഫെക്റ്റ് ആണെന്ന് തിരിച്ചറിയുക. ഇത് തിരിച്ചറിയുന്നതോറും നിങ്ങൾ പണിയപ്പെടും. ഇത് തിരിച്ചറിയുന്നതോറും നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മരണങ്ങൾ ക്യാൻസൽ ആകും. ആദാമ്യ പാപത്താൽ വന്ന ശരീരങ്ങളുടെ മേൽ വന്ന മരണത്തിന്റെ സ്പിരിറ്റുകൾ, മരണത്തിന്റെ ജീവനുകൾ, മരണത്തിന്റെ സ്പിരിറ്റുകൾ ഇപ്പോൾ ക്യാൻസൽ ആകും. പല കുടുംബങ്ങളുടെ മേൽ അത് കെട്ടിക്കിടക്കുകയാണ്. പലരുടെ ബിസിനസിന്റെ മേൽ, പലരുടെ ജോലിയുടെ മേൽ, പലരുടെ ഭാവിയുടെ മേൽ, തലമുറകളുടെ മേൽ കെട്ടിക്കിടക്കുന്ന മരണത്തിന്റെ നിയമിപ്പിക്കപ്പെട്ട അപ്പോയിന്റഡ് ഡെത്തിനെ ക്യാൻസൽ ചെയ്യുന്ന അത് വിശ്വസിച്ചു കേട്ടോ. നിന്റെ ഭവനത്തിൽ മരണത്തിന് വാഴാൻ അനുവാദമില്ല. നിന്റെ ശരീരത്തിന്മേൽ മരണത്തിന് വാഴാൻ അനുവാദമില്ല. നിന്റെ സാമ്പത്തിക തലത്തിന്റെ മേൽ മരണത്തിന്റെ ശക്തികൾക്ക് വാഴാൻ അനുവാദം ഇല്ല. ഷാബാന അത് പറഞ്ഞു. അതങ്ങനെ പറയുന്നോർ ഇത് പൊട്ടും. നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ കുടുംബജീവിതത്തിന്റെ മേൽ, റബനഗണം നിന്റെ സ്വഭാവത്തിന്റെ മേൽ, നിന്റെ ശബ്ദങ്ങളുടെ മേൽ, ഒന്നിന്റെ മേലും മരണത്തിന് വാഴാൻ അനുവാദം ഇല്ല. പ്രൗഢമനഘടകദനം അന്തർ പ്രൗഢമനഘടകദനകദുരിപിനിഘടകദന വൈശ്വസ്കനാദിരാധനാരക പ്രൗഢമനഘടകദനം. അൽക്കദന അരഗക്ഷസ്കന ദിരപ്രൗഢമന അന്തൽ ഘടകദന അന്തൽ ഘടകദന വേദ പ്രൗഢമന ഹത്തുരാധന അരഘടകദന വേദ പ്രൗഷമന ഘടകദനം. ഈ നിങ്ങളുടെ അകത്ത്, നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത് അവന്റെ ജീവനാണെങ്കിൽ, നിത്യജീവനാണെങ്കിൽ അവനാണ് ജീവവൃക്ഷം. അപ്പൊ ആ ജീവനാണ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നതെങ്കിൽ അതിന് ഭയങ്കര ശക്തിയുണ്ട്. നമ്മളത് അറിയാതെയാണ്. ഈ പാപം ചെയ്ത മനുഷ്യനെ നോക്കിക്കൊണ്ട് യഹോവയാം ദൈവം പറഞ്ഞൊരു പദമുണ്ട്. ഇനി ഇവൻ ഈ ജീവവൃക്ഷം കൂടെ ഭക്ഷിച്ചിട്ട്, ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞ പദമാണ്,
അതിൻ്റെ ഞാൻ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നതാണ്. എന്താന്ന് കേട്ടോ, യഹോവയായ ദൈവം പറയുകയാണ്, മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുന്ന് കൽപ്പിച്ചു. അപ്പോൾ ആദാമി പാപത്താൽ ഈ ഭൂമിയിൽ ആദാം ഏദൻ തോട്ടത്തിന് പുറത്താക്കപ്പെട്ട് ജീവിച്ചു. 900 ചില വർഷം ജീവിച്ചു. 930 എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, 930 തോന്നുന്നു. അപ്പൊ 930 വർഷം ജീവിച്ച ആദാമിലേക്ക് തൂക്കിക്കൊണ്ട് തമ്പുരാൻ പറയുകയാണ്, ഇവൻ ഇപ്പം ഈ വർഷം കൂടെ ഈ വൃക്ഷഫലം കൂടെ ഭക്ഷിച്ചാൽ പിന്നെ ഇവൻ മരിക്കുകയല്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇവൻ മരിക്കുകയല്ല. അപ്പം പാപം ചെയ്തിരിക്കുന്ന ആദാമിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടു പോയി. തേജസ് നഷ്ടപ്പെട്ട് ആദാമിനെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറയുകയാണ്, നമുക്ക് വേഗത്തിൽ ഇവനെ പുറത്താക്കാം. പുറത്താക്കിയില്ലെങ്കിൽ ഇവിടെ ഈ പാപത്തിൽ ഇവൻ എന്ത് ചെയ്യും? എന്നേക്കും ജീവിക്കും. ഇവന്റെ അകത്തുള്ള പാപപ്രകൃതിയെയോ പാപശരീരത്തെയോ പാപപ്രമാണങ്ങളെയോ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല. അപ്പൊ ഇവൻ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടവൻ ഇവനെ പുറത്താക്കാം. അപ്പൊ നിങ്ങൾ ആ ജീവവൃക്ഷത്തിന്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? ആ ജീവനാണ് നമ്മുടെ കർത്താവ്. ആ ജീവനായ കർത്താവാണ് ഈ ഭൂമിയിൽ വന്നത്. അവൻ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാനാണ്. ഈ വാക്യമൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വന്നിരിക്കുന്ന ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനാണ്. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനാണ്. ഒന്ന് ഈ പദം പറയാമെങ്കിൽ പറഞ്ഞോ കേട്ടോ. നമ്മൾ ഇന്ന് രാവിലെ പദം പ്രഖ്യാപിക്കുകയാണ്. അവൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനാണ്. സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ ജീവൻ നമ്മിൽ തുറക്കാനാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മിലേക്ക് ആ ജീവൻ പകർന്നിരിക്കുന്നത്. അപ്പോൾ ആ ജീവൻ നമ്മിൽ തുറക്കാൻ തുടങ്ങിയാൽ, നമ്മിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ, ആ ജീവനാലാണ് നാം അവന്റെ സ്വഭാവത്തിലേക്ക് എത്തുകയും നാം അവനെ പോലെയായി മാറുകയും ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ അവനെ പോലെ ആകുന്നത്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം ഈ രാവിലെ കൊച്ചു വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് പറയുകയാണേ. അപ്പൊ നമ്മളിത് പറയുന്നത് എന്തിനാന്ന് അറിയാമോ? നമ്മിൽ ഇത് അവൻ തുറക്കുകയാണ്. അപ്പൊ ജീവനാൽ നാം പണിയപ്പെടാൻ തുടങ്ങിയാൽ നാം ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരും. എല്ലാ നിറവിനോളം നിറഞ്ഞു വരും. ഈ ജീവന്റെ അകത്തൊരു സമൃദ്ധിയുണ്ട്. ഈ ജീവന്റെ അകത്തൊരു സമൃദ്ധിയുണ്ട്. ജീവൻ തുറന്നാൽ നിങ്ങൾ ദൈവത്തോടുകൂടെ മടക്കാൻ തുടങ്ങും. ജീവൻ തുറന്നാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭയങ്കര ദൈവസ്നേഹം തുറക്കാൻ തുടങ്ങും. ഭയങ്കര ബന്ധം വരാൻ തുടങ്ങും. ജീവൻ തുറന്നാൽ നിങ്ങളുടെ ചർച്ചിനകത്ത് ഭയങ്കര സമാധാനം, ഭയങ്കര ദൈവസ്നേഹം തുറക്കാൻ തുടങ്ങും. ജീവൻ തുറന്നാൽ നിങ്ങൾ സമാധാനത്തിൽ, നിങ്ങൾ പീസ്ഫുൾ മൈൻഡിനകത്തും നിങ്ങളൊരു റെസ്റ്റോറേഷൻ മൈൻഡിനകത്തും നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾ പിന്നെ പറയുന്നത് മുഴുവൻ പോസിറ്റീവായിട്ട് പറയും. എന്തുണ്ടായാലും നിങ്ങൾ അവയിലേക്ക് നോക്കിക്കൊണ്ട് പറയും, എന്റെ കുടുംബം ദൈവത്താൽ പണിയപ്പെടും. എന്റെ കുടുംബത്തിൽ എന്ത് മാറ്റം വന്നാലും നിങ്ങൾ അവിടേക്ക് നോക്കി പറയുന്നത് നിരാശയുടെ വാക്കല്ല. നിങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്ക് നോക്കി നിരാശയുടെ വാക്ക് പറയില്ല. നിങ്ങൾ പറയുന്നത് മുഴുവൻ റെസ്റ്റോറേഷന്റെ വാക്കുകളായിരിക്കും. ജീവൻ നിങ്ങളുടെ മേൽ തുറന്നാൽ നിങ്ങൾ ജീവിതത്തിൽ വരുന്ന എല്ലാ ചെറിയ കാര്യങ്ങളും നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും. ഈ പദം ശ്രദ്ധിക്കണം കേട്ടോ. ജീവൻ നിങ്ങളുടെ മേൽ തുറന്നാൽ, ദൈവത്തിന്റെ ലൈഫ്, അവന്റെ ലൈഫ് നിങ്ങളുടെ മേൽ ഓപ്പൺ ആയാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങും. ഒന്നും നിങ്ങളെ വേദനിപ്പിക്കില്ല, ഒന്നും നിങ്ങളെ തളർത്തില്ല, ഒന്നും നിങ്ങളെ മുരടിപ്പിക്കില്ല. നിങ്ങൾ എല്ലാറ്റിന്റെ നടുവിലും നിങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുകയും നിങ്ങൾ ആ ഓരോ കാര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ പറയും, ഓരോ ദിവസവും ഞാൻ ദൈവത്തിൽ നിന്നുള്ള ദാനങ്ങൾ ബോണസായിട്ട് അനുഭവിക്കും. മാത്രമല്ല നിങ്ങൾ ദൈവിക ലക്ഷ്യബോധത്തിൽ ജീവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ലക്ഷ്യബോധം ക്ലിയർ ആകും. നിങ്ങൾ ഡിവൈൻ പ്രൊവിഷനിൽ ജീവിക്കാൻ തുടങ്ങും. അടുത്ത വാക്കിൽ ഞാൻ ഡിവൈൻ പ്രൊവിഷൻ അടുത്ത വാക്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ 8 കൂട്ടം കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ ദൈവത്തോട് കൂടെ മടക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭയങ്കര സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ സഭയ്ക്കകത്ത് ഭയങ്കര സ്നേഹം നിങ്ങൾക്ക് മറ്റുള്ളവരോട്, ഇപ്പൊ രാവിലെ നമ്മൾ 53 പേര്, ഒരാളിപ്പോൾ ലീവ്, 52 പേര് നമ്മൾ രാവിലെ പ്രാർത്ഥിക്കാൻ കയറിയിരിക്കുന്നു. നിങ്ങൾ ഇതിനകത്തുള്ളവരോട് തന്നെ നിങ്ങളുടെ അകത്തൊരു പ്രത്യേക സ്നേഹം വരും. നിങ്ങൾ വഴിയാത്തിൽ കാണുന്നവരെ പോലെ ആകില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പോലെ ഇഷ്ടമുള്ളവരോട് മാത്രം കൂടുകയല്ല. നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവസ്നേഹം ആക്റ്റീവ് ആകും. ഇതിനകത്ത് പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങൾ അവരെയൊക്കെ കാണുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ബിസിനസ്, ഇവരൊക്കെ കാണുമ്പോൾ
നിങ്ങളുടെ മനസ്സിനകത്ത് റെസ്റ്റോർ ചെയ്യുന്ന, ഇന്നലെ ഞാൻ അതാണ് ശക്തിയുടെ ചർച്ചിനകത്ത് എടുത്തൊരു ഭാഗം, റെസ്റ്റോർ ചെയ്യുന്ന ദൈവിക റെസ്റ്റോറേഷനെ കുറിച്ചുള്ള വെളിപ്പാടിൽ നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ സംസാരിക്കും. ബന്ധങ്ങളെ അവൻ റെസ്റ്റോർ ചെയ്യും, നഷ്ടപ്പെട്ട തേജസ്സിനെ റെസ്റ്റോർ ചെയ്യും, നഷ്ടപ്പെട്ട ജീവനെ അവൻ റെസ്റ്റോർ ചെയ്യും, നഷ്ടപ്പെട്ട ആരോഗ്യത്തെ അവൻ റെസ്റ്റോർ ചെയ്യും. എന്തൊക്കെയാണോ ആദാമിൽ കൂടെ നഷ്ടപ്പെട്ടത് മുഴുവൻ അവൻ റെസ്റ്റോർ ചെയ്യും. റെസ്റ്റോറേഷൻ തുടങ്ങിയാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ തുടങ്ങും. ഇവിടെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇന്ന് രാവിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല ചെറിയ വലിയ കാര്യങ്ങൾ ആസ്വാദനമാക്കി മാറ്റണം. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തോട് അവൻ ബോണസുകൾ കൂട്ടിച്ചേർക്കുന്നവനാണ്. ഒന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് നിങ്ങളുടെ ലക്ഷ്യബോധം മാറാൻ തുടങ്ങും. ഡിവൈൻ പ്രൊവിഷൻ തുറക്കും. 8 കൂട്ടം കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് മൈക്കൺമുട്ടിയത് എല്ലാം മനസ്സിലായില്ലെങ്കിലും എല്ലാം അകത്ത് കയറിയില്ലെങ്കിലും ഇങ്ങനൊരു തുറവി ഉണ്ടെന്നുള്ള വെളിപ്പാടിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. ഇങ്ങനൊരു തുറവി ഉണ്ടെന്നുള്ള, ഈ മേഖലകൾ ഉണ്ടെന്നുള്ള വെളിപ്പാട് പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇത് തുറക്കും. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് മടക്കാൻ തുടങ്ങും. അന്തരാഭിനാഭനാദന കൗശപന ഘടകതന ഗതുരപന ഹത്തൽ പ്രൗഢപന ഘടകതനം എനിക്ക് ഈ മലയാള പരിഭാഷയോട് ഏറ്റവും അധികം വിഷമം തോന്നിയ ഒരു വാക്യം സങ്കീർത്തനം 68 19 വാക്യമാണ്. 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക്, കണ്ടോ, മരണശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്ന വാക്യമാണ്. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. ഇത് എഫേസ്യർ പൗലോസ് എടുത്ത് എഴുതിയപ്പോൾ പറയും, ഉയരത്തിലേക്ക് കയറി എന്നതിനാൽ ഇറങ്ങി എന്ന് വരുന്നില്ലയോ, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അപ്പോൾ അതൊക്കെ വിശദീകരിക്കുമ്പോൾ വേദശാസ്ത്രപരമായി പോകണം. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് യാഹെന്ന ദൈവം അവിടെ വസിക്കേണ്ടത് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിക്കും. ഒന്ന് വായിച്ചു, ആരൊരാൾ മലയാളവും ഇംഗ്ലീഷും കൂടെ വായിക്കാമെങ്കിൽ ഒന്ന് വായിച്ചു, ഒറ്റ വാക്ക് വേഗത്തിൽ വായിച്ചു. Blessed be the Lord who daily loadeth us
with benefits. Even the God of our salvation, Selah. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രണ്ട് വാക്യം ഒന്നാണോ മാഡം? അർത്ഥം ശരിയായോ? ഇല്ല. എന്ത് പറ്റി? വേമ്പറ ഒന്ന് ബെനിഫിറ്റ്സിനെ നമുക്ക് കിട്ടുന്നാണ് ഇംഗ്ലീഷിൽ പറയണേ, മലയാളത്തില് ഭാരങ്ങളെ ചുമക്കുന്നാണ്. അപ്പൊ നമ്മുടെ അകത്ത് എന്ത് വരും? ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിയിടും, തന്മാർവിൽ എന്നെ ചേർത്തിടും എന്നും നല്ലവൻ. അപ്പൊ ഈ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വന്നിരിക്കുന്ന ഈ വാക്കുകളിൽ നിന്നാ. നമ്മുടെ ചിന്ത എന്താ? നമ്മുടെ ഭാരം മൊത്തം ദൈവം എന്ത് ചെയ്യാണ്? അപ്പൊ നമുക്കൊന്ന് കരഞ്ഞു കഴിഞ്ഞ ഒരു സന്തോഷമായി, കാരണം കർത്താവ് നമ്മുടെ ഭാരം. പക്ഷെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണ്? ആ ഭാരപ്പെടുത്തുന്ന വിഷയത്തോട്, വിഷയത്തിന്റെ നടുവിൽ നിങ്ങളുടെ രക്ഷയാകുന്ന ദൈവമായി നിങ്ങളെ നിങ്ങളുടെ സാൽവേഷന്റെ കർത്താവ് നിങ്ങളെ രക്ഷിക്കുന്നവനാണ് അവൻ. പൂർണ്ണമായി രക്ഷിക്കുന്നവനാണ്. എബ്രായ ലേഖനം 7:25 വായിക്കണ്ട. അപ്പൊ പൂർണ്ണമായി രക്ഷിക്കുന്നവൻ അവൻ ആരാണെന്നുള്ള വെളിപ്പാടിലാണ് നിങ്ങൾ അവന്റെ അടുക്കൽ വരുന്നതെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ ഭാരത്തെ എടുത്തു മാറ്റാൻ അവൻ നിന്നിലേക്ക് ബെനിഫിറ്റുകളെ ആഡ് ചെയ്യും. കണ്ടോ? ഡെയിലി, ദിവസവും ദൈവം ബെനിഫിറ്റ് ആഡ് ചെയ്യൂ. ഹലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 2025 ജൂലൈ മാസം 28 ഇന്ന് ദൈവം നമ്മിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ബെനിഫിറ്റുകളുണ്ടോ? കർത്താവേ, ഇങ്ങനെയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് ഒരു ധൈര്യമുള്ളത് എന്താണെന്നറിയാമോ? ഞാൻ ദൈവദാസന്മാരെ ഇഷ്ടപ്പെടുന്നു, കണ്ടമാനം ഫ്രണ്ട്സ് എനിക്കുണ്ട്, പല നിലയിൽ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരുണ്ട്. പക്ഷെ എൻ്റെ അകത്തൊരു പ്രത്യേകത, ഞാനത് പറയാം നിങ്ങൾക്ക്. ആരെന്നോട് എന്ത് പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിനകത്തൊരു വാക്യം എൻ്റെ അകത്ത് വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ മറ്റൊന്നിനെ അവഗണിക്കുന്നതല്ല. അഭിഷക്തന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവരുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്, നമ്മുടെ മേൽ കൈവെപ്പ് ആവശ്യമുണ്ട്, കൃപാവരങ്ങൾ ആവശ്യമുണ്ട്, എല്ലാം നമുക്ക് വേണം. സഭ എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നവാ. പക്ഷെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, തിരുവചനത്തിനകത്തുള്ള ഒരു വചനം നിങ്ങളുടെ അകത്ത് വെളിപ്പാടായാൽ ആ വെളിപ്പാട് നിങ്ങളെ അസാധാരണമായ തലത്തിലേക്ക് കൊണ്ടുപോകും. ഇന്ന് രാവിലെ ഒന്ന് പറയാൻ നിങ്ങൾക്ക് കരുത്തു തോന്നുന്നുണ്ടോ? ഈ വർഷത്തിലെ 7ാമത്തെ മാസം തീരാൻ പോവാ. ഇന്ന് 28 രാവിലെ പറയാൻ നിങ്ങൾക്ക് കരുത്ത് തോന്നുന്നുണ്ടോ? നാൾ തോറും ഇന്നത്തെ ദിവസത്തെ എന്റെ ഭാരങ്ങൾ മുഴുവൻ ചുമക്കുന്നവൻ ചുമക്കുന്നത് എങ്ങനെയാ? ഇന്ന് നിന്നിലൊക്കെ ബെനിഫിറ്റ് ആഡ് ചെയ്യും. ഇന്ന് ആഡ് ചെയ്യുന്നത് നാളെ അല്ല. നിന്നെ വിഷമിപ്പിക്കുന്ന വിഷയം എന്താണ്? നിന്നെ തളർത്തുന്നത് എന്താണ്? നിന്നെ തകർക്കുന്നത് എന്താണ്? നമ്മുടെ ഫെയ്ത്ത് കറക്റ്റ് ആയാൽ നീ ഇന്ന് പ്ലെറോ ആണെന്നൊരു ഉറപ്പ് നിന്റെ അകത്ത് വരുന്നുണ്ടോ? നിന്റെ അകത്ത് വന്ന നിത്യജീവനാണെന്നുള്ള ഉറപ്പ് വരുന്നുണ്ടോ? ഈ ജീവന്റെ പ്രത്യേകത മരണത്തെ ക്യാൻസൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് സമയം ഓടിപ്പോകുന്നു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാൾ തോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ്. എങ്ങനെ? നാൾ തോറും ബെനിഫിറ്റുകൾ ആഡ് ചെയ്യുന്ന കർത്താവ്. അങ്ങനെ ആ പദം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ. ഭാരം എന്നുള്ള വാക്ക് വിട്ടിട്ട് ഇന്നത്തെ ദിവസം ദൈവം എന്നിലേക്ക് ദൈവിക ബെനിഫിറ്റുകൾ ആഡ് ചെയ്യുമെന്ന്. ഇനി ഭാരം നമുക്ക് വിഷമിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ അവസ്ഥകൾ എന്താണ്, ദൈവിക പ്രൊജക്ട്, അതിനകത്തേക്ക് പിന്നെ എത്തിക്കേണ്ട ബെനിഫിറ്റുകൾ അവൻ ആഡ് ചെയ്യും. ഒന്ന് പ്രാർത്ഥിച്ചു. ഇത് വചനം വിശ്വസിച്ചങ്ങ് പ്രാർത്ഥിച്ചു കേട്ടോ. അന്യഭാഷയിലങ്ങ് പ്രാർത്ഥിച്ച് അകത്ത് ബലം വ്യാപരിക്കുമ്പോൾ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചോ. അവിടെ ദൈവാത്മാവ് ഇല്ലാത്തവനെ ഉളവാക്കും. ഇല്ലാത്തതിനെ ദൈവം ഉളവാക്കും. ഷാഭ ലഗത്തുരാധന പ്രൗഷവന ജഗത്തുരാവനാരഘടകം. ബെനിഫിറ്റുകൾ അവൻ ആഡ് ചെയ്യും കേട്ടോ. ഇന്നെന്ന ദിവസം അവൻ ബെനിഫിറ്റുകൾ ആഡ് ചെയ്യും. അവൻ രക്ഷയുടെ ദൈവമാണ്. എന്തിലാണ് നീ ഭാരപ്പെടുന്നത്? എന്തിനകത്താണ് നീ തളർന്നിരിക്കുന്നത്? എന്തിനകത്താണ് നീ കുഴഞ്ഞു പോയത്? അവിടെ അവൻ ബെനിഫിറ്റുകൾ ആഡ് ചെയ്യും. തലമുറകളുടെ മേൽ ബെനിഫിറ്റുകൾ ആഡ് ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവാത്മാവ് പ്രവർത്തിച്ച അത്ഭുതകരമായ സാക്ഷികൾ ഞാൻ കേട്ടു. വാതിലെല്ലാം അടയുന്ന ഘട്ടം വരുമ്പോൾ അവിടെ
ദൈവം അത്ഭുതകരമായി ഇറങ്ങി നിൽക്കും. ലഗന ജഗത്തുരാധന ഹദരഘടകന വേദപ്രൗഢമന ബെനിഫിറ്റുകൾ ആഡ് ചെയ്യുന്നവൻ, ബെനിഫിറ്റുകൾ ആഡ് ചെയ്യുന്നവൻ. ഓ റാബാന ഹക്ഷസ്കനാദിനാഥന പ്രൗഢമന ഘടകന ബെനിഫിറ്റുകൾ ആഡ് ചെയ്യുന്നവൻ, ബെനിഫിറ്റുകൾ ലോഡ് ചെയ്യുന്നവൻ. ആ വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഷഖറാദന ഷസ്കനാദിന ഹു ഡെയിലി ലോഡ് us with benefits. അവൻ നമ്മളെ വഹിക്കുന്നവനാണ്, അവൻ നമ്മളെ വഹിക്കുന്നവനാണ്, അവൻ നമ്മെ കരുതുന്നവനാണ്, അവൻ റിസോഴ്സസുകൾ തുറക്കുന്നവനാണ്, അവൻ വാതിലുകൾ തുറക്കുന്ന ഈ ഭവനങ്ങളുടെ മേൽ എല്ലാം അത് തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കിങ്ഡം റിസോഴ്സസുകൾ ഓപ്പൺ ആയി വരാൻ, ദൈവരാജ്യ റിസോഴ്സസുകൾ തുറന്നു വരുവാൻ, ദൈവരാജ്യ റിസോഴ്സസുകൾ തുറന്നു വരുവാൻ, ദൈവരാജ്യ റിസോഴ്സസുകൾ തുറന്നു വരുവാൻ, കിങ്ഡം ഫെസിലിറ്റികൾ തുറന്നു വരുവാൻ ഇന്ന് രാവിലെ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് നേരം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒറ്റ മിനിറ്റ് നേരം കൂടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ ആത്മാവിനാൽ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടി വന്നിരിക്കുന്നത്. നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥന എനിക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു സമയത്ത് എഴുന്നേക്കാതായ സമയത്ത് കർത്താവ് എന്നെ ഒരു സ്വപ്നം കാണിക്കണം. മോനെ നീ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അന്ന് കർത്താവിനെ കാണിച്ച് 70 പേര് ഇതിനകത്ത് പങ്കെടുക്കുന്ന കർത്താവിനെ കാണിച്ച്. ഇന്ന് നമ്മൾ 52 പേരേ ഉള്ളൂ. ചില ദിവസം 74 വരെ പോയിട്ടുണ്ട്. അത് ഓരോ സമയത്ത് അന്ന് 10-20 പേര് കയറുന്ന സമയത്ത് അപ്പോൾ കർത്താവ് കൃത്യമായി കാണിച്ചപ്പോഴാണ് ഞാൻ പിന്നെ എന്ത് വന്നാലും ഞാനത് എന്താ പറയുക രാവിലെകളിൽ എഴുന്നേറ്റ് കയറാൻ തുടങ്ങിയത്. ഇത് ദൈവത്താലാണ് നമ്മൾ ഈ രാവിലെ ഒരുമിച്ച് സംയോജിച്ച് പ്രാർത്ഥിക്കുന്നത്. പല രാജ്യങ്ങളിലുള്ളവരുണ്ട്. നമ്മുടെ കുടുംബങ്ങളുടെ മേൽ നമ്മളെല്ലാ കുടുംബങ്ങളുടെ എല്ലാ വിഷയം പറഞ്ഞ് ഇങ്ങനെ എണ്ണി അത് അയ്യോ കർത്താവേ അയ്യോ കർത്താവേ ഇത് തരണേ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാറില്ല. നമ്മൾ ദൈവസന്നിധിയിൽ വചനം പ്രഖ്യാപിച്ച് അതിനകത്തുകൂടിയുള്ള ജീവൻ തുറക്കുന്ന അസാധാരണ റിലം തുറക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒറ്റ മിനിറ്റ് കൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാനും കത്തുവാസനും കൂടെ ചേർന്ന് ഞങ്ങൾ ഇന്ന് ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിയിൽ നാളെ മുതൽ കേരളത്തിന് ഇന്ത്യയിലുള്ള ദൈവദാസന്മാർ, ലോകവ്യാപകമായിട്ടുള്ള ദൈവദാസന്മാർ ഒരുമിച്ച് കൂടുന്ന എൻ്റെ അറിവിൽ 200 പരം പാസ്റ്റർമാർ തന്നെയുണ്ട്. ലീഡേഴ്സ് എൽഡേഴ്സൊക്കെ വേറെയാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുകയാണ്. പരമാവധി ഞാൻ നാളെ അവിടെ നിന്ന് കയറും. എനിക്ക് രാവിലെയുള്ള പ്രാർത്ഥന ഒഴിവാക്കാൻ, ഒരു ദിവസം പോലും ഒഴിവാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നിങ്ങളെയും പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ പല ടൈം സോണിൽ കയറുന്നവരുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് അങ്ങനെ ദൈവം പ്രാർത്ഥന ലീഡ് ചെയ്യാനൊക്കെ കൃപ തന്നവർ മാറി ലീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പരമാവധി നാളെ കയറും. ഞാൻ കയറിയാലും കയറിയില്ലെങ്കിലും പറ്റുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാവകാശമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മോർണിംഗ് പ്രാർത്ഥന മുടങ്ങാതെ കയറാനായിട്ട് ശ്രമിക്കുക. ആരിലും ഒരാൾ ലിൻസി അത് ക്രമീകരിക്കും. ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് നേരം പ്രാർത്ഥിക്കും. ഞങ്ങളിന്ന് യാത്ര തിരിക്കുകയാണ്. അവിടെ നടക്കുന്ന മീറ്റിംഗ് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയിലെ പല കാര്യങ്ങൾ അതിൽ പങ്കെടുക്കേണ്ട ഒരു ദൈവദാസൻ ഇപ്പോൾ ജയിലിലാണ് കേട്ടോ. അതിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തൊരു ദൈവദാസൻ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ ഒരു ജയിലിനകത്ത് ഒരു പ്രത്യേക കുറ്റം ചുമത്തി പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ സുവിശേഷ നിമിത്തം അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. കണ്ടമാനം പ്രാർത്ഥന വിഷയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് 1 മിനിറ്റ് നേരം നമുക്കിപ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി വേറെ പ്രാർത്ഥനയില്ല. എനിക്ക് വേണ്ടി വേറെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നില്ല. എല്ലാവർക്കും വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി, തലമുറകൾ, നമ്മുടെ ഭവനം, ശാരീരികമായ രോഗങ്ങൾ സൗഖ്യമാക്കാനുള്ളവരുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങളുടെ മേൽ അധികാരം തുറക്കും. ഇപ്പം ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്. പെട്ടെന്നാണ് കർത്താവ് വ്യക്തികളുടെ മേലുള്ള ദുരാത്മാക്കളെ പുറത്തു കൊണ്ടുവരുന്നത്. ആത്മതലത്തിൽ കർത്താവ് അങ്ങനെ അസാധാരണ ദൈവപ്രവൃത്തി ദൈവാത്മ തുറക്കുന്നുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഞാനത് കാണുന്നുണ്ട്. നമുക്ക് അങ്ങനെ എല്ലാ മേഖലയും എവിടെയൊക്കെയാണോ ഈ ജീവൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അതാണ്. എവിടെയാണോ പിശാച് വാദിക്കുന്നത് മൊത്തം പൊട്ടിപ്പോവുകയാണ്. അപ്പം ഏതെങ്കിലും മേഖലകൾ, തലമുറകളുടെ മേലോ ബിസിനസ്സിൻ്റെ മേലോ സമ്പത്തിൻ്റെ മേലോ എവിടെയെങ്കിലും ഒരു തല ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവാത്മ പൊട്ടിച്ചു മാറ്റും. അടുത്ത കറക്റ്റ് 1 മിനിറ്റ് നേരം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഷഖന ലാംതലാബിന നമ്മുടെ കുടുംബങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ കരം, സമൃദ്ധിയുടെ കരം, വിടുവിക്കുന്ന കരം, ചലിക്കുന്ന കരം തുറന്നു വരാൻ എല്ലാ മേഖലകളും അത് വെളിപ്പെടാൻ നിങ്ങളുടെ കുടുംബം എല്ലാവരും തമ്മിൽ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചു. ഷാഫാരാബന ഷസ്കനാദിനാദനം
റഗത്തുരാധന പ്രൗഷസ്കനാദിരാധന തുറന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. തുറന്നു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. റഗക്ഷസ്കനാദിരാധന പ്രൗഢപന ഘടകദനാരക ശങ്കൽ പ്രൗഢപന ഘടകദനം ശിവത്തുരാധന പ്രൗഢപന ഘടകദന വൈശ്യ പ്രൗഢപന ഘടകദനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഒരു മണിക്കൂർ എനിക്ക് കിടന്നുറങ്ങണം. കുറേ ലേറ്റായിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. പാസ്റ്റർമാരിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റിയില്ല. ശരിക്ക് ഒരു വാക്ക് ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓർക്കണം. നമുക്കൊരുമിച്ച് തമ്മിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ വളർത്തട്ടെ. ഡിവൈൻ റെവലേഷൻ ദൈവം തുറക്കട്ടെ. നിങ്ങളുടെ എല്ലാം കർത്താവ് സ്വപ്നത്തിൽ കൂടെ ദൈവാത്മ വേർഡിൻ്റെ റെവലേഷൻ പഠിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഉണ്ടാകുന്നത് അതാണ്. കഴിഞ്ഞ രാവിലെ ഉണ്ടായതുപോലെ ഗ്ലോറിയുടെ മാനിഫെസ്റ്റേഷൻ അടുത്ത തലങ്ങളിലേക്ക് കയറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാവിലേക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദിനം തോറും ഞങ്ങൾക്ക് ബെനിഫിറ്റുകൾ ഞങ്ങളിലേക്ക് ആഡ് ചെയ്യുന്ന കർത്താവിൻ്റെ കരം ഈ ജൂലൈ മാസം 28-ാം തീയതി ഈ രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ അകത്തും അവർ വിശ്വാസത്തിൻ്റെ വചനം പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചതിനാൽ കഴിഞ്ഞ 27 ദിവസം ഈ മാസം തുറന്നിട്ടില്ലാത്ത ഒരു ദൈവിക ബെനിഫിറ്റ് ഇന്ന് രാവിലെ ഇവരിലേക്ക് തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ 2025 7 മാസങ്ങൾ കഴിഞ്ഞ 6 മാസങ്ങളിൽ തുറക്കാത്ത ദൈവിക ബെനിഫിറ്റുകൾ ഈ ഭവനങ്ങളുടെ മേൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആത്മാവിൻ്റെ കണ്ണ് തുറക്കണമേ. വചനം ഒരു പ്രത്യേക നിലയിൽ വായിക്കാനും അത് ധ്യാനിക്കുവാനും അതിനകത്തുള്ള ജീവനും ശക്തിയും തുറക്കുവാനും ദൈവിക പ്ലെറോ ഇവരിൽ വെളിപ്പെട്ട് വരുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്ലെറോ ഉണ്ടെന്നുള്ള ഫെയ്ത്ത് ഉണ്ടാകട്ടെ. അതിനകത്ത് ഒരു വളരട്ടെ കർത്താവ്. ഞാൻ അവനായിട്ട് ബ്ലസ് ചെയ്യുന്നു. ഓരോ കുടുംബങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഓരോ ചാറ്റ് റൂമിൽ ഇരിക്കുന്നവരെയും പേര് പറഞ്ഞ് ഞാൻ കർത്താവ് ഈ രാവിലെ ബ്ലസ് ചെയ്യുകയാണ്. ഇവരെല്ലാം ബ്ലസ്സഡ് ആകട്ടെ. ഇവരെല്ലാം ബ്ലസ്സിങ്ങിൻ്റെ റിലത്തിനകത്ത് ഇവർ ജീവിക്കട്ടെ. ലോഡാകട്ടെ കർത്താവ്. ഇവരിലേക്ക് ബെനിഫിറ്റുകൾ ലോഡാകട്ടെ. ജേക്കബ് ബ്രദറിനായി സ്തോത്രം. ജോൺസൺ പാസ്റ്റർക്കായി സ്തോത്രം. തോമസ് ബ്രദറിനായി സ്തോത്രം. ലീലാമ്മ സിസ്റ്റർക്കായി സ്തോത്രം. റീത്ത സിസ്റ്റർക്കായിട്ട് സ്തോത്രം. ഉഷ സിസ്റ്റർക്കായിട്ട് സ്തോത്രം. മോളി ജോസഫിനായി സ്തോത്രം. ജെസി ജേക്കബിനായി സ്തോത്രം. നിർമ്മല ആൻറ്റിക്കായി സ്തോത്രം. ഹേമ സിസ്റ്റർക്കായിട്ട് സ്തോത്രം. ലിൻസിക്കായി സ്തോത്രം. പ്ലോട്ടോ ജോസിക്കായി സ്തോത്രം. കർത്താവെ പ്രിയ ജയന്തി സിസ്റ്റർക്കായിട്ട് സ്തോത്രം. വള്ളിയമ്മ സിസ്റ്റർക്കായി സ്തോത്രം. ഗ്രേസി ടീച്ചർക്കായി സ്തോത്രം. ഉഷ രാമകൃഷ്ണനായി സ്തോത്രം. ഡേസി ഡേവിസിനായി സ്തോത്രം. തനൂജ സിസ്റ്റർക്കായി സ്തോത്രം. സിന്ധുദാസിനായി സ്തോത്രം. ഗ്രേസി മാത്യുവിനായി സ്തോത്രം. തോമസ് ബാബു ബ്രദറിനായി സ്തോത്രം. റോസ്ലി ജോസഫിനായി സ്തോത്രം. രാജു ജോണിനായി സ്തോത്രം. ലിനി എബ്രഹാമിനായി സ്തോത്രം. ഞാൻ ഇവരെല്ലാം ബ്ലസ് ചെയ്യുന്നു കർത്താവ്. ഈ കുടുംബങ്ങളെല്ലാം ബ്ലസ്സഡ് ആകട്ടെ. ജീവൻ തുറക്കട്ടെ. ഡയാനിക്കായി സ്തോത്രം. ലിറ്റി തോമസിനായി സ്തോത്രം. ബിൻസി ഭൈജുവിനായി സ്തോത്രം. നീനു സിസ്റ്റർക്കായി സ്തോത്രം. അഞ്ചു സിസ്റ്റർക്കായി സ്തോത്രം. ജോളി പൗലോസിനായി സ്തോത്രം. ശുഭ സിസ്റ്റർക്കായി സ്തോത്രം. രുക്മണിക്കായി സ്തോത്രം. സോജി സിസ്റ്റർക്കായി സ്തോത്രം. ഷലോം സിസ്റ്റർക്കായി സ്തോത്രം. പ്രമീള സിസ്റ്റർക്കായി സ്തോത്രം. ബ്രൈറ്റ് സിസ്റ്റർക്കായി സ്തോത്രം. സജിനി സിസ്റ്റർക്കായി സ്തോത്രം. സംഗീത മനോജനായി സ്തോത്രം. ലത സിസ്റ്റർക്കായി സ്തോത്രം. ഐഷ ബിബിക്കായി സ്തോത്രം. ആര്യ റോസിനായി സ്തോത്രം. ലിനി അഗസ്റ്റിനായി സ്തോത്രം. അബിഗേൽ സാറയ്ക്കായി സ്തോത്രം. കർത്താവ് ഈ കുഞ്ഞുങ്ങളുടെ മേൽ, ഈ സഹോദരിമാരുടെ മേൽ, എല്ലാവരുടെ മേലും ഈ തലങ്ങൾ തുറന്നു കൊടുക്കണമേ കർത്താവ്. ഞാനിവിടെ ബ്ലസ് ചെയ്യുകയാണ്. ഈ 2025 ജൂലൈ മാസം 28-ാം തീയതി ഇവർ ബ്ലസ്സഡ് ആയി മാറട്ടെ കർത്താവ്. ബ്ലസ്സിംഗിൽ റിലത്തിൽ ഓപ്പൺ ആക്കാൻ ജീവിക്കട്ടെ കർത്താവ്. സൂസമ സിസ്റ്റർക്കായി സ്തോത്രം. ഗ്രേസി ഡേവിസിനായി സ്തോത്രം. രചന ഫിലിപ്പിനായി സ്തോത്രം. സുനു സൂസനായി സ്തോത്രം. ബീന ബാലഗോപാലായി സ്തോത്രം. ഈ കുടുംബങ്ങൾ മുഴുവൻ ബ്ലസ്സഡ് ആകട്ടെ. പ്രിയങ്ക സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവ്. രാവിലെ ഞങ്ങളോട് പ്രാർത്ഥിക്കേണ്ട പലരുണ്ടായിരുന്നു. അവരെല്ലാം ഞങ്ങൾ ഓർത്തി രാവിലെ ബ്ലസ് ചെയ്യുകയാണ്. ഷാലോം ബൈബിൾ കോളേജിലുള്ള എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. വാട്സാപ്പ് ഗ്രൂപ്പുകളിലുള്ള എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. സഭയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. മറ്റ് ചർച്ചുകൾ, വടക്കേന്ത്യൻ ചർച്ചുകൾ, UK ചർച്ച്, അവിടെയുള്ള ദേവദാസന്മാർ, കുടുംബങ്ങൾ എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ യാത്ര പിരിക്കുന്നല്ലോ. നാളെ മുതൽ നടക്കുന്ന ദൈവദാസന്മാരുടെ മീറ്റിംഗിനായി സ്തോത്രം. വലിയ പകർച്ചകൾ തുറക്കണമേ കർത്താവെ. ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കൃപ നൽകണമേ. മഹിമ കൊണ്ട് നിറയ്ക്കണമേ. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കണ്ടവനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ,
ആമേൻ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മ കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയം കൊണ്ടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരുവരിയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. ഷലോം. 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 Shalom.